എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഭഗവാൻ മഹാവിഷ്ണുവിനെ അല്ലെങ്കിൽ സാക്ഷാൽ നാരായണനെ നമുക്ക് സാമാന്യമായിട്ടും കാണാൻ പറ്റുന്നത് ചതുർബാഹുക്കളോട് കൂടിയിട്ടാണ് അല്ലേ. അതായത് 4 കൈകളോട് കൂടിയിട്ട്. ഒരു കയ്യിൽ ശംഖുണ്ടാവും, മറ്റൊരു കയ്യിൽ സുദർശന ചക്രം ഉണ്ടാവും, വേറൊരു കയ്യിൽ കൗമോദകി എന്ന് പറഞ്ഞ ഗദ ഉണ്ടാവും, മറ്റൊരു കയ്യിലാണെങ്കിൽ പത്മം ഉണ്ടാവും. ചില ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചില വ്യത്യാസങ്ങളൊക്കെ കാണാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മുടെ തിരുപ്പതിയിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ദേവൻ്റെ ഭാവം എങ്ങനെയാണ്? ഒരു കയ്യിൽ ചക്രം, മറ്റൊരു കയ്യിൽ ശംഖ്, വേറൊരു കയ്യിലാണെങ്കിൽ വരദമുദ്രയോട് കൂടിയിട്ടും മറ്റൊരു കൈ ഘടീഹസ്തം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇടുപ്പിൻ്റെ അവിടെ കൈവച്ചിട്ടുള്ളതാണ് രൂപം. ഇപ്പോൾ നമ്മൾ മുരുകൻ്റെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഘടീഹസ്തമായിട്ട് കാണാൻ പറ്റും. ഒരു കയ്യിൽ വേലും മറ്റൊരു കയ്യിൽ ഇങ്ങനെ അരയിൽ വെച്ചിട്ടുള്ള ഘടീഹസ്തമായിട്ടുള്ള ദേവനെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ശ്രീരംഗത്ത് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ അനന്തശായി ആയിട്ടുള്ള മഹാവിഷ്ണുവാണ്. പക്ഷേ അവിടുത്തെ മഹാവിഷ്ണുവിന് എന്താണ്? 2 കൈകളാണുള്ളത്. അങ്ങനെ ചില ക്ഷേത്രങ്ങളും ഭാവങ്ങളൊക്കെ ഒഴിച്ചാലും സാമാന്യമായിട്ടുള്ള രൂപം എന്ന് പറയുന്നത് ഈ ചതുർബാഹുക്കളോട് കൂടിയിട്ടുള്ള രൂപം തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ തത്വാർത്ഥം എടുത്തു കഴിഞ്ഞാൽ ഈ ശംഖിനും ചക്രത്തിനും ഗദയ്ക്കും പത്മത്തിനൊക്കെ വലിയ അർത്ഥതലങ്ങളുണ്ട്. ഈ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്ന ഒരു 5 എലമെൻസിനെ അതിനെയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനെയോ ഒട്ടുമിക്ക എല്ലാ കാര്യത്തിലും നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ഈ 5 കാര്യങ്ങൾക്കാണ് നമ്മൾ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ക്ഷേത്രത്തിലെ പൂജ എടുക്കുകയാണെന്ന് വെച്ചോ. അപ്പോൾ ഈ പൂജയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ധൂപ, ദീപ, ജലഗന്ധ പുഷ്പങ്ങളുണ്ടല്ലോ, അത് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ പഞ്ചഭൂതങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരിതായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിനാണെങ്കിൽ ആകാശത്തിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് നമ്മൾ പുഷ്പം ഉപയോഗിക്കുന്നു, വായുവിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ധൂപം ദേവന് കാണിക്കുന്നു, അഗ്നിയെ റെപ്രസെൻ്റ് ചെയ്തിട്ട് ദീപം കാണിക്കുന്നു, ഭൂമിയെ റെപ്രസെൻ്റ് ചെയ്തിട്ട് എന്താണ്? ഗന്ധത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഉപയോഗിക്കുക? ക്ഷേത്രത്തിൽ ചന്ദനമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ജലം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പഞ്ചഭൂതങ്ങളുണ്ടല്ലോ, ഈ പഞ്ചഭൂതങ്ങളെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്നതൊന്നാണ് ഈ മഹാവിഷ്ണുവിൻ്റെ 4 കൈകളിലൊന്നായ ശംഖ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് സുദർശനം എന്ന് പറയുന്ന ചക്രമാണ് മഹാവിഷ്ണുവിൻ്റെ കയ്യിലുള്ളത്. ഈ സുദർശന ചക്രം പ്രതിനിധാനം ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വമനസ്സിനെയാണ്. അതായത് സുദർശനം എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ എന്താണ്? സമ്യക്കായിട്ടുള്ള ദർശനം, അതായത് എല്ലാം ഒന്നായിട്ട് കാണിക്കുന്ന വസ്തു എന്നാണ് പറയാം. അതായത് നമ്മളും ഈശ്വരനും ഒന്നാണ് എന്ന് കാണിക്കുന്ന സമ്യക്കായിട്ടുള്ള ദർശനം തരുന്ന ഒരു വസ്തുവാണ് സുദർശന ചക്രം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ സാക്ഷാൽ മഹാദേവൻ്റെ തൃക്കണ്ണും. അതായത് ഞാനും നീയും, അതായത് നമ്മളും ദേവനും ഒന്നാണ് എന്ന് കാണിക്കുന്നതാണ് ഈ മഹാദേവൻ്റെ തൃക്കണ്ണായാലും നമ്മുടെ സുദർശന ചക്രമായാലും. ഈ സൂര്യഭഗവാന്റെ തേജസ് അധികമായപ്പോൾ അതിൽ നിന്ന് രാഗിക്കളഞ്ഞ ഭാഗങ്ങൾ ചേർത്തിട്ടാണ് സുദർശന ചക്രം ഉണ്ടാക്കിയത് എന്നുള്ളത് പറയാറുണ്ട്. സൂര്യഭഗവാന്റെ തേജസ് അറിയാമല്ലോ, അപ്പോൾ അതിൽ നിന്ന് രാഗിക്കളഞ്ഞ ഭാഗങ്ങൾ എടുത്തിട്ട് സുദർശന ചക്രം ഉണ്ടാക്കി തരുമ്പോൾ സുദർശന ചക്രത്തിൻ്റെ തേജസ് എന്താണ്? അത്രയ്ക്കും തേജസ് ഇട്ടതാണ് ഈ ഒരു സുദർശന ചക്രം എന്ന് പറയുന്നത്. ഈ സൂര്യഭഗവാൻ എന്ന് പറഞ്ഞാൽ തന്നെ വിഷ്ണുവിൻ അവതാരമായിട്ടാണ് എപ്പോഴും കൺസിഡർ ചെയ്യാറ്. അപ്പോൾ സൂര്യൻ്റെ 12 എന്താണ്? ദ്വാദശ ആദിത്യന്മാരുണ്ട്. അതിൽ ഒരാദിത്യൻ്റെ പേര് തന്നെ എന്താണ്? വിഷ്ണു എന്നാണ്. സൂര്യൻ എന്താണ് വിളിക്കുക? സൂര്യനാരായണൻ എന്നാണ് സൂര്യനെ വിളിക്കുന്നത്. അടുത്തതായിട്ട് ഈ വിശ്വബുദ്ധീനെ പ്രതിനിധാനം ചെയ്യുന്ന കൗമോദകി എന്ന് പറയുന്ന ഗദ. അടുത്തത് പത്മമാണ്, അതായത് താമര. ഈ താമര റെപ്രസെൻ്റ് ചെയ്യുന്നത് വികാസപരിണാമത്തിലൂടെ രൂപം പ്രാപിച്ച ഈ ഒരു ലോകം എന്നുള്ളൊരു തത്വമാണ്. നമ്മളിപ്പോൾ ഈ ബ്രഹ്മദേവനെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, ബ്രഹ്മദേവൻ എവിടെയാണ് ഇരിക്കുന്നത്? പത്മത്തിലാണ് ഇരിക്കുന്നത്. ആ പത്മം എവിടെ നിന്നാണ് വന്നത്? മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്ന്. അപ്പം മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്ന് വന്ന പത്മത്തിലിരിക്കുന്ന ആളാണ് ആര്? ഈ എല്ലാ ലോകത്തിനെയും ഉണ്ടാക്കിയിട്ടുള്ള സൃഷ്ടാവായ ജഗത് സൃഷ്ടാവായിട്ടുള്ള ഈ സാക്ഷാൽ ബ്രഹ്മദേവൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണല്ലോ പത്മനാഭൻ എന്ന് പറഞ്ഞിട്ട് മഹാവിഷ്ണുവിന് പേര് തന്നെ വന്നിട്ടുള്ളത്. നാഭിയിൽ നിന്ന് പത്മ വന്നിട്ടുള്ള ആൾ. ഈ വികാസപരിണാമത്തിലൂടെ രൂപം പ്രാപിച്ചിട്ടുള്ള ഈ ലോകത്തിനെ പ്രതിനിധീകരിക്കുന്ന താമര. ഇത്രയും കാര്യങ്ങളാണ് എന്താണ്? ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ 4 കൈകളിലായിട്ടുള്ളത്. അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളും മനസ്സും ബുദ്ധിയും ഈ ലോകത്തിൽ എന്തിനാവശ്യമാണ്? സ്ഥിതി സംരക്ഷണത്തിന് ആവശ്യമാണ്. ഇപ്പോൾ നമ്മൾ ത്രിമൂർത്തികൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും. ബ്രഹ്മാവിൻ്റെ ഡ്യൂട്ടി എന്താണ്? സൃഷ്ടിയാണ്. വിഷ്ണുവിൻ്റെ ഡ്യൂട്ടി എന്താണ്? സ്ഥിതിയാണ്. മഹാദേവൻ്റെ ഡ്യൂട്ടി എന്താണ്? സംഹാരമാണ്. ഇങ്ങനെയുള്ള ഈ സ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രതീകമായിട്ടാണ് എന്താണ്? ഈ ശംഖ്, ചക്രം, ഗദ, പത്മം ഇതൊക്കെ സൂചിപ്പിക്കുന്നത്.
എന്നാൽ നമ്മൾ ഈ മഹാവിഷ്ണുവിൻ്റെ രൂപം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ രൂപത്തിലും ഈ ശംഖും ചക്രവും ഗദയും പത്മമൊന്നും ഒരേ രീതിയിലായിരിക്കില്ല ഇത് പിടിച്ചിട്ടുണ്ടാവുക. വലത് കൈയിൽ മേൽഭാഗത്ത് ചക്രം പിടിച്ചു കഴിഞ്ഞാൽ അടുത്തത് വലത് കൈയിൽ മേൽഭാഗത്ത് എന്താണ് ചിലപ്പം ഗദയായിരിക്കും പിടിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ മാറി മാറി പിടിക്കുന്നതിനനുസരിച്ചിട്ട് ഭഗവാന്റെ സങ്കല്പത്തിനും മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിന് പറയുന്ന പേര് എന്ന് പറയുന്നത് ചതുർവിംശതി മൂർത്തികൾ എന്നാണ് പറയാം. അതായത് ഇങ്ങനെ 4 കോമ്പിനേഷൻസിൽ നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ 24 പ്രാവശ്യം, അതായത് 24 രീതിയിൽ ഈ ശംഖ് ചക്രം ഗദ പത്മത്തിനെ ഇങ്ങനെ പിടിച്ചിട്ടുള്ള ദേവനെ നമുക്ക് സങ്കല്പിച്ചെടുക്കാൻ പറ്റും. നമുക്ക് ഈ ചതുർവിംശതി മൂർത്തികൾ എന്താണെന്നും ഈ ഓരോ മൂർത്തിയിലെയും കയ്യിൽ ഏത് രീതിയിലാണ് ഈ ശംഖും ചക്രവും ഗദയും പത്മവും പിടിച്ചിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കൂടെ ഒന്ന് അറിയാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾക്കെന്താണ് ഭഗവാന്റെ ഒരു 5 ഭാവങ്ങളും കൂടെ നമുക്കൊന്ന് നോക്കാനുണ്ട്. പ്രധാനമായിട്ടും പരാ, വ്യൂഹം, വിഭവം, ആർച്ച, അന്തര്യാമി. അപ്പോൾ ഇങ്ങനെ 5 ഭാവങ്ങളാണ് മഹാവിഷ്ണുവിന് ഉള്ളത്. അത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ ഭാവം എന്ന് പറയുന്നത് എന്താണ്? പരാ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാവമാണ്. അതായത് സർവ്വവ്യാപിയായിട്ടുള്ള പരബ്രഹ്മം, കാണായ ദൃശ്യപ്രപഞ്ചം തന്നെയെന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഈ ലോകത്തിൽ നമ്മൾ എവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും കാണുന്നത് ദേവൻ, അത് സ്വയം പ്രപഞ്ചമായി മാറിയിട്ടുള്ള സാക്ഷാൽ വിരാട് പുരുഷൻ. പാദങ്ങൾ നമ്മൾ പാതാളലോകമായിട്ടും, കണങ്കാലികൾ രസാതലായിട്ടും, നിര്യാണികൾ മഹാതലായിട്ടും, കാൽമുട്ട് സുതലായിട്ടും, ഊരുദയങ്ങൾ അതലം വിതലമായിട്ടും, ജഗനങ്ങൾ ഭൂലോകമായിട്ടും, നാഭീദേശം ഭുവർലോകമായിട്ടും, മാറിടം സ്വർലോകമായിട്ടും, കഴുത്ത് മഹർലോകമായിട്ടും, പിന്നെ വദനം ജനലോകമായിട്ടും, നെറ്റിത്തടം തപോലോകമായിട്ടും, ശിരസ് സത്യലോകമായിട്ടും, ബാഹുക്കൾ ഇന്ദ്രാദി ദേവതകളായിട്ടും, കർണങ്ങൾ ദിക്കുകളായിട്ടും, ശ്രവണേന്ദ്രിയം ശബ്ദമായിട്ടും, നാസികകൾ അശ്വിനി ദേവതകളായിട്ടും, ഘ്രാണേന്ദ്രിയം ഗന്ധഗുണമായിട്ടും, മുഖം അഗ്നിയായിട്ടും, നേത്രഗോളങ്ങൾ അന്തരീക്ഷമായിട്ടും, നേത്രങ്ങൾ ആദിത്യനായിട്ടും, രോമങ്ങൾ വൃക്ഷലതാദികളായിട്ടും, മനസ്സ് ചന്ദ്രനായിട്ടും, അസ്ഥികൾ പർവ്വതങ്ങളായിട്ടും, കേശപാശങ്ങൾ മേഘമാലകളായിട്ടും, സത്യലോകം ശിരസ്സുമായിട്ടും അങ്ങനെ പോവും. അപ്പം അതായത് നമ്മൾ ഈ കാണായ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഈ വിരാട് പുരുഷൻ്റെ ഓരോ ശരീരഭാഗങ്ങളാണ്. വിരാട് പുരുഷൻ്റെ ഭാഗം തന്നെയാണ് നമ്മൾ ഈ കാണുന്നത്. ഈ കാണുന്ന സ്ഥലത്തൊക്കെ നമ്മളെന്താണ് സാക്ഷാൽ മഹാവിഷ്ണുവിനെ കാണാം. അപ്പോൾ അതാണ് വിരാട് പുരുഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ രൂപം വരുന്നത്. നമ്മളെപ്പോഴും ഈ സാധാരണ വിരാട് പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കാണിക്കുന്നത് ധാരാളം കൈകളും മുഖങ്ങളൊക്കെ ചേർന്നിട്ടുള്ള ഒരു വിഷ്ണുവിൻ്റെ രൂപമാണ് അല്ലേ. എപ്പോഴും അത് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സിംബോളിക്കായിട്ടുള്ളൊരു രൂപമാണ്. നമ്മളതിൻ്റെ തത്വം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നിടത്തൊക്കെ സാക്ഷാൽ നാരായണനെ കാണാം. അനന്തമായ വിരാട് രൂപത്തിൽ നിന്ന് ഈ പ്രപഞ്ചവും അതിലെ സർവ്വജീവജാലങ്ങളും ഉണ്ടായി ആ പുരുഷനെ വർണ്ണിക്കുന്നു എന്നാണ് ഋഗ്വേദത്തിലെ പുരുഷ സൂക്തത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഓം സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമിം വിശ്വതോ വൃത്ത അത്യധിഷ്ഠദശാങ്കുലം എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്ന പുരുഷ സൂക്തത്തിൽ പറഞ്ഞു വെക്കുന്നത് അങ്ങനെയുള്ള ആ വിരാട് പുരുഷനെ ധ്യാനിക്കുന്നു എന്നാണ്. അപ്പോൾ അതാണ് പരാ എന്ന് പറയുന്ന ഒരു ഭാവം. അടുത്ത ഭാവം എന്ന് പറയുന്നത് വ്യൂഹം എന്ന് പറയുന്നൊരു ഭാവമാണ്. അതായത് സഗുണഭാവത്തിൻ്റെ 4 തലങ്ങളുണ്ടെന്ന് പറയാം. ചിത്തം, അഹങ്കാരം, ബുദ്ധി, മനസ്സ്. അപ്പോൾ ഈ 4 രൂപങ്ങൾ കൂട്ടമായിട്ട് ചേർത്തിട്ടുള്ളൊരു സംയുക്തത്തിനാണ് നമുക്ക് വ്യൂഹങ്ങൾ എന്ന് പറയാം. അപ്പോൾ ഈ ചതുർവ്യൂഹങ്ങൾ എന്ന് പറയില്ലേ, ശ്രീകൃഷ്ണൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ. ഈ ചതുരാത്മാ ചതുർവ്യൂഹ ചതുർദ്രംഷ്ട ചതുർഭുജ വിഷ്ണു സഹസ്രനാമത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ 4 മൂർത്തികളും ഓരോ തലത്തിനായിട്ടാണ് പ്രതിനിധീകരിക്കുന്നത്. അതാണ് ഈ വ്യൂഹം എന്ന് പറഞ്ഞിട്ടുള്ള ഭഗവാന്റെ ഒരു ഭാവം വരുന്നത്. അടുത്തത് വിഭവ എന്ന് പറഞ്ഞിട്ടുള്ള ഭാവമാണ് വരുന്നത്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മനം സൃജാമ്യഹം. നീതിമാന്മാരെ മോചിപ്പിച്ചിട്ട് ദുഷ്ടന്മാരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ വിവിധ അവതാരങ്ങൾ എടുക്കും എന്നാണ് പറയാറ്. ആ ഭഗവാന്റെ അവതാര പ്രകടനത്തിനാണ് നമ്മൾ വിഭവം എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. നമ്മൾ സാധാരണയായി അവതാരങ്ങൾ എന്ന് പറയുമ്പം എപ്പോഴും നമ്മൾ ഈ മത്സ്യം, കൂർമ്മം, വരാഹം എന്ന് തുടങ്ങിയിട്ട് നമ്മൾ ഈ 10 അവതാരങ്ങൾ മാത്രമേ എപ്പോഴും പറയുള്ളൂ. എന്നാൽ ഭഗവാന് ഏകദേശം 24ഓളം അവതാരങ്ങൾ എടുത്തു എന്നാണ് ഭാഗവതം പോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നത്. അപ്പം അതിലിപ്പം മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, ഗഡ്ഗി എന്ന് പറയും.
പിന്നെ ഇത് കൂടാതെ കുറച്ച് അവതാരങ്ങളെ കൂടെ പറ്റിയിട്ട് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഈ ബ്രഹ്മാവ് സൃഷ്ടികർമ്മം തുടങ്ങിയ സമയത്ത് ആദ്യം തന്നെ സൃഷ്ടിച്ചത് 5 തരം അവിദ്യകളെയാണ്. അജ്ഞാനവൃത്തികൾ എന്ന് പറയും. ആത്മവഞ്ചന, മരണഭയം, ഭയാനന്തര കോപം, വ്യാജമായ ഉടമസ്ഥതാബോധം, സ്വരൂപ വിസ്മൃതി. നമുക്ക് നമ്മളെപ്പോഴും ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടാലും നമുക്ക് ആദ്യം തന്നെ വരുന്നത് എന്താണ്? ഈ അവിദ്യകളും അല്ലെങ്കിൽ അജ്ഞാനവൃത്തികളൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ പാലാഴി മദനം തന്നെ എടുത്തു നോക്കിയാൽ തന്നെ അറിയാം. അമൃതം വന്നത് പിന്നെയാണ്. ആദ്യം വന്നത് എന്താണ്? ഹാലാഹലം എന്ന് പറയുന്ന വിഷമാണ് വന്നത്. അതുപോലെ തന്നെ എന്താണ്? ശ്രീലക്ഷ്മി വരുന്നതിന് മുമ്പ് തന്നെ വന്നത് ആരാണ്? ചേഷ്ടയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം പുറത്ത് വരുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും മോശപ്പെട്ട കാര്യങ്ങളായിരിക്കും. ആ കടഞ്ഞ് എന്താണ് ലാസ്റ്റ് മോശപ്പെട്ട കാര്യങ്ങളെല്ലാം പുറത്ത് വന്നതിന് ശേഷമാണ് നമ്മളെ നല്ല കാര്യങ്ങൾ എപ്പോഴും വന്നു തുടങ്ങുക. ഈ അവിദ്യകൾ ഉണ്ടായപ്പം എന്താണ്? സൃഷ്ടിയിൽ ഒട്ടും സന്തുഷ്ടനല്ലാതിരുന്ന ബ്രഹ്മാവ് ആത്മസ്വരൂപനായിട്ടുള്ള സാക്ഷാൽ നാരായണനെ തപസ് ചെയ്തതിന് ശേഷം എന്താണ്? വീണ്ടും സൃഷ്ടി ചെയ്തു. അങ്ങനെ വീണ്ടും സൃഷ്ടി ചെയ്തപ്പം അവതാരം എടുത്തിട്ടാണ് ലോകപരിപാലനത്തിനായിട്ടുള്ള 5 വയസ്സുള്ള 4 ബാലകന്മാർ എന്ന് പറയുന്നത്. നല്ല തേജസ്വികളായിട്ടുള്ള 4 ബാലകന്മാർ. സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ 4 പേര്. നമ്മൾ ഈ ദക്ഷിണാമൂർത്തീൻ്റെ ഒക്കെ രൂപങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ദക്ഷിണാമൂർത്തിയുടെ താഴത്തായിട്ടിരിക്കുന്ന 4 പേര്. സാധാരണ ഫോട്ടോയിലൊക്കെ അത് പ്രായമായിട്ടുള്ള ആളെയാണ് വരച്ച് വയ്ക്കാറുള്ളത്. അത് ആക്ച്വലി 5 വയസ്സുള്ള 4 കുട്ടികളാണിത്. സനകാദികൾ എന്നാണ് ഇവർ വിളിക്കുക. നാരായണൻ്റെ വേറൊരു അവതാരമാണ് ഈ സനകാദികൾ എന്ന് പറയുന്നത്. ഒരിക്കലും ഭഗവാൻ മഹാവിഷ്ണുവിനെ കാണാൻ വേണ്ടിയിട്ട് ഈ സനകാദികൾ പോയ സമയത്ത് എന്താണ്? ഈ കാവൽക്കാരായിട്ടുള്ള ജയവിജയന്മാർ ഈ സനകാദികളെ തടയുകയാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ തടഞ്ഞ സമയത്ത് ജയവിജയന്മാരെന്താണ്? ഇവരെ ശപിച്ചിട്ട് ഭൂമിയിൽ ജനിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഈ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപൊക്കെ ആയിട്ട് ഈ ജയവിജയന്മാർ ജനിച്ചത് എന്നാണ് വിശ്വാസം. ഈ സൃഷ്ടികർമ്മത്തിന് ബ്രഹ്മാവിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ബ്രഹ്മാവ് സനകാദികളെ സൃഷ്ടിച്ചതെങ്കിലും ഈ സനകാദികൾ എന്താണ്? സദാ ആത്മീയതയിലൊക്കെ താല്പര്യരായിട്ടുള്ള ആൾക്കാരായിരുന്നു. അവർക്ക് ഈ ഭൗതിക സൃഷ്ടികളിലൊന്നും എന്താണ്? വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ്? അവർ ബ്രഹ്മാവിനെ എന്താണ്? അനുസരിക്കാണ്ട് ഇവർ തപസ് ചെയ്യാൻ പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്തതായിട്ട് മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ട് പറയുന്നത് സാക്ഷാൽ കപിലവാസുദേവനാണ്. അതായത് കർദമ പ്രജാപതിയുടെയും ദേവഹൂതിയുടെയും മകനായിട്ട് ജനിച്ചിട്ടുള്ള കപിലവാസുദേവൻ. ഈ ദേവഹൂതി എന്ന് പറയുന്നത് നമ്മുടെ സായംഭവ മനുവിൻ്റെയും ശതരൂപേൻ്റെയും 5 മക്കളിൽ ഒരാളായിട്ട് ജനിച്ച ആളാണ്. പിന്നെ പ്രിയവ്രതൻ, ഉത്താനപാദൻ, ആഹൂതി, ദേവഹൂതി, പ്രസൂതി, ഈ 5 പേരാണ് ശതരൂപയുടെയും സായംഭവ മനുവിൻ്റെയും മക്കളായിട്ട് ജനിച്ചത്. അതിൽ പ്രസൂതിനെ ദക്ഷനും വിവാഹം കഴിച്ചു. ആഹൂതിനെ പ്രജാപതി രുചിയും വിവാഹം കഴിക്കുകയാണ് ഉണ്ടായത്. അതിൽ ദേവഹൂതിനെ വിവാഹം കഴിച്ചത് കർദമ പ്രജാപതിയാണ്. ഈ ദേവഹൂതി കർദമ പ്രജാപതി ദമ്പതിമാർക്ക് 9 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയാണ് ഉണ്ടായത്. ഈ 9 പെൺകുട്ടികൾ എന്താണ്? 7 പേരും വിവാഹം കഴിച്ചിട്ടുള്ളത് സപ്തർഷികളെയാണ്. മകനായിട്ട് ആരാണ്? സാക്ഷാൽ മഹാവിഷ്ണു ജനിക്കാനുണ്ടായത്. നോക്കൂ, നമ്മൾ ഈ പുരാണങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചില ആൾക്കാർ അവരുടെ സ്വന്തം മക്കൾ കാരണം ഉയർച്ച നേടിയിട്ടുള്ള കുറേ പേരുണ്ട്. ഉത്താനപാദനും സുനീതിയും സ്വന്തം മകനായിട്ടുള്ള ധ്രുവൻ്റെ പേരിലാണ്. സ്വന്തം അച്ഛൻ്റെ മടിയിലിരിക്കാൻ വേണ്ടി പോയ സമയത്ത് സുരുചി എന്ന് പറയുന്ന മറ്റൊരു ഭാര്യ, നമ്മുടെ ചെറിയമ്മ, എൻ്റെ വയറ്റിൽ വന്ന് ജനിച്ചാൽ മാത്രമേ എന്താണ് നിനക്ക് മഹാരാജാവിൻ്റെ മടിയിലിരിക്കാൻ അവകാശമുള്ളൂ. ചെറിയമ്മയുടെ വാക്ക് കേട്ടിട്ട് എന്താണ് മഹാവിഷ്ണുവിനെ ധ്യാനിക്കാൻ വേണ്ടിയിട്ട് പോകണം. മഹാവിഷ്ണുവിനാണ് ധ്യാനിക്കേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അപ്പം നാരദനാണ് ഇടയ്ക്ക് വന്നിട്ട് ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് വഴി കാട്ടി കൊടുക്കുന്നത്. നമുക്ക് നമ്മളെപ്പോഴും ഈ പുരാണങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നൊരു കാര്യം, ഈ നാരദ മഹർഷി നമുക്ക് എപ്പോഴെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ദൈവത്തിലേക്ക് നമ്മൾ എത്തേണ്ട ഒരു സമയം വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് വഴി കാണിച്ചു തരുന്ന ആരും ഇല്ലാതെ വരുന്ന സമയത്ത് എപ്പോഴും അവിടെ വന്നിട്ട് വഴി കാണിച്ചു തരുന്ന ഒരാളായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ നാരദ മഹർഷീനെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ സാധാരണ നാരദ മഹർഷീനൊക്കെ എപ്പോഴും ടി വിയിലും എന്താണ് സീരിയലിലൊക്കെ കാണിക്കുന്നത് എപ്പോഴും കലഹപ്രിയനായിട്ടും ഏഷന് കൂട്ടി കൊടുക്കുന്ന ആളായിട്ടൊക്കെയാണ്. സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല. നമുക്ക് വഴികാട്ടിയായിട്ട് എപ്പോഴും നമ്മുടെ മുന്നിൽ കാണുന്ന ഒരാൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താണ് എപ്പോഴും ഈ പുരാണങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ നാരദ മഹർഷീനെ കാണാൻ പറ്റും. ഈ നാരദ മഹർഷി ഉണ്ടാക്കുന്ന കലഹം എന്ന് പറയുന്നത് അവിടെ ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഒരു കാര്യം നടക്കണമെങ്കിൽ അവിടെ ഒരു ബേസ് ഉണ്ടാക്കണമല്ലോ. അങ്ങനെ ഒരു ബേസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ
ആ ഒരു സന്ദർഭം അവിടെ എന്താണ് വരാൻ വേണ്ടിയിട്ടാണ് ഈ നാരദ മഹർഷി എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ള നാരദ മഹർഷിയുടെ ഉപദേശം കേട്ടിട്ട് എന്താണ് ഈ ധ്രുവൻ ഭഗവാൻ മഹാവിഷ്ണുവിനെ തപസ് ചെയ്തിട്ട് പ്രത്യക്ഷപ്പെടുത്തുകയാണെന്ന്. എന്തിനാണ്? സ്വന്തം അച്ഛൻ്റെ മടിയിലിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിനേക്കാളൊക്കെ മേളിലായിട്ടുള്ള ഒരു ധ്രുവപദം തന്നെയാണ് ധ്രുവന് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ആക്ച്വലി ഈ ഒരു കർദമ പ്രജാപതിയുടെയും ദേവഹൂതിയുടെയും വേണം നമുക്ക് പറയാൻ പറ്റും. കർദമ പ്രജാപതിക്കും ദേവഹൂതിക്കും ആദ്യം ഉണ്ടായിട്ട് 9 പെൺമക്കളാണ്. ഈ 9 പെൺമക്കൾ 7 പേരും വിവാഹം കഴിച്ചാരെയാണ്? സപ്തർഷികളാണ് വിവാഹം കഴിച്ചിട്ടുള്ളത്. കപിലവാസുദേവനാണെങ്കിലോ സാക്ഷാൽ നാരായണൻ്റെ അവതാരം തന്നെ. ഈ കപിലവാസുദേവന് സാംഖ്യയോഗത്തിൻ്റെ പിതാവ് എന്നാണ് പറയുക. പിന്നെ ഈ ദേവഹൂതിക്ക് ആത്മജ്ഞാനം ഉപദേശിച്ചിട്ട് മോക്ഷം കൊടുത്തു എന്നാണ് പറയുക ഈ കപിലവാസുദേവൻ. സാംഖ്യം മാത്രമല്ല, അതല്ലാതെ തന്നെ സംഖ്യാസൂത്രം, പിന്നെന്താണ് തത്വസമാസം, വ്യാസപ്രഭാകരം, കപില പഞ്ചരാത്രം തുടങ്ങിയിട്ടുള്ള ധാരാളം കൃതികളൊക്കെ ഉണ്ട്. പിന്നീട് ഈ ദേവഹൂതിയുടെ സഹോദരിയായിട്ടുള്ള ആഹൂതി വിവാഹം ചെയ്തത് ആരാണ്? പ്രജാപതി രുചിനെയാണ് വിവാഹം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ദമ്പതികൾക്കുണ്ടായിട്ടുള്ള മകനായിട്ടുള്ള യജ്ഞൻ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടാണ് നമ്മൾ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ദത്താത്രേയനാണ്. അത്രി അനസൂയ ദമ്പതിമാരുടെ പുത്രന്മാരിൽ ഒരാളായിട്ട് ജനിച്ചിട്ടുള്ള ദത്താത്രേയൻ. ഈ ദത്താത്രേയനെ നമ്മൾ മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടാണ് കൂട്ടുന്നത്. ഈ ദത്താത്രേയൻ ജനിക്കാൻ വേണ്ടിയിട്ടൊരു കാരണം ഉണ്ടായിരുന്നു. അതായത് ത്രിമൂർത്തികൾ എന്ത് ചെയ്തു? അവിടെ ഭിക്ഷ വേണമെന്ന് പറഞ്ഞിട്ട് ചെല്ലുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ സമയത്ത് ഭിക്ഷ എന്താ വേണ്ടതെന്ന് ചോദിച്ച സമയത്ത് മുലപ്പാൽ ഭിക്ഷയായിട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ സാക്ഷാൽ അനസൂയ എന്ത് ചെയ്തു? ഈ തപോശക്തിയിൽ 3 പേരെയും ചെറിയ കുട്ടികളാക്കി മാറ്റിയിട്ട് മുലപ്പാൽ കൊടുത്ത് 3 ദേവന്മാരും പ്രസീതരാവുകയും എന്താണ് വരം വേണ്ടതെന്ന് ചോദിച്ച സമയത്തും ഇവർ 2 പേരും എന്ത് ചെയ്തു? 3 പ്രാവശ്യം ത്രിമൂർത്തികളെ പുത്രന്മാരായിട്ട് ജനിക്കണം എന്ന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ അങ്ങനെ ബ്രഹ്മാവിൻ്റെ അംശം അധികരിച്ചിട്ട് സോമൻ ജനിച്ചു, മഹാവിഷ്ണുവിൻ്റെ അംശം അധികരിച്ചിട്ട് ദത്താത്രേയൻ ജനിച്ചു, ശിവൻ്റെ അംശം അധികരിച്ചിട്ട് സാക്ഷാത് ദുർവാസാവും ജനിച്ചു എന്നാണ് ഐതിഹ്യം. ഇതിൽ ദത്താത്രേയനാണ് 24 അവതാരങ്ങളിൽ ഒരവതാരമായിട്ട് ഭാഗവതം പറയുന്നത്. പരശുരാമൻ്റെ ഗുരുക്കന്മാരിൽ ഒരാളും കൂടിയാണ് ഈ ദത്താത്രേയൻ എന്ന് പറയുന്നത്. പിന്നെ സാക്ഷാൽ നാരദ മഹർഷി, പിന്നെ ഋഷഭദേവൻ, പിന്നെ പൃഥു, ധന്വന്തരി, മോഹിനി, ഇവരൊക്കെ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ. ഇതിൽ വേനൻ്റെ കൈകളൊക്കെ മദനം ചെയ്തിട്ട് വന്ന പൃഥുവിനെയും ഭാര്യ അർച്ചിസിനെ പറ്റിയിട്ടും ഋഷഭദേവൻ എന്നുള്ള അവതാരത്തിൽ വന്നിട്ട് ഒരു വ്യക്തി കർമ്മയോഗിയായിട്ട് ജീവിച്ചിട്ട് എങ്ങനെ മുക്തിപദം നേടണം എന്നൊക്കെ ഭാഗവതത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നീട് മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളായിട്ട് പറയുന്നത് സാക്ഷാൽ ഹയഗ്രീവൻ, പിന്നെ ഹംസം, ബുദ്ധൻ, വേദവ്യാസൻ, ഇവരൊക്കെയാണ്. പിന്നീട് അടുത്ത ആളെന്ന് പറയുന്നത് കേശവപ്രയാഗിൽ സാക്ഷാൽ ധർമ്മദേവൻ്റെയും മൂർത്തിൻ്റെയും മക്കളായിട്ട് ഇരട്ടകളായിട്ട് ജനിച്ചിട്ടുള്ള സാക്ഷാൽ നരനാരായണന്മാർ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ. സഹസ്രകവചനെ കൊല്ലാൻ വേണ്ടിയിട്ട് ജനിക്കുകയാണുണ്ടായത്. അതേ സഹസ്രകവചനെ കൊല്ലണമെന്നുണ്ടെങ്കിൽ 1000 വർഷത്തെ തപശക്തിയും 1000 വർഷത്തെ യുദ്ധവും വേണം. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഒരാൾ തപസ് ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ ആൾ പോയിട്ട് സഹസ്രകവചനുമായിട്ട് യുദ്ധം ചെയ്യും. സഹസ്രകവചൻ്റെ ഒരു കവചം മുറിക്കും. എന്നിട്ട് ആൾ തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് വീണ്ടും 1000 വർഷം അവിടെ തപസ് ചെയ്യും. അപ്പം നേരത്തെ തപസ് ചെയ്തിട്ടുള്ള ആൾ എന്ത് ചെയ്യുന്നു? പോയിട്ട് സഹസ്രകവചനുമായിട്ട് യുദ്ധം ചെയ്യുന്നു. എന്നിട്ട് അടുത്ത കവചം മുറിച്ചിട്ട് തിരിച്ചു വരുന്നു. പിന്നീട് ഈ നരനാരായണന്മാർ അർജുനനും കൃഷ്ണനുമായിട്ട് ജനിച്ചു എന്നാണ് വിശ്വാസം. ഈ നാരായണ ഋഷിയാണ് ഓം നമോ നാരായണായ എന്ന് പറഞ്ഞിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ അഷ്ടാക്ഷര മന്ത്രത്തിൻ്റെ ഋഷി എന്ന് പറയുന്നത്. ഓം സാധ്യനാരായണ ഋഷി, ദൈവീ ഗായത്രി ഛന്ദ, പരമാത്മാദേവ. അതിൽ സാധ്യനാരായണ ഋഷിയാണ് ഈ നാരായണ ഋഷി എന്ന് പറയുന്ന ആൾ. ഇതിൽ ഈ സാക്ഷാൽ നാരദർ അല്ലെങ്കിൽ വേദവ്യാസർ അങ്ങനത്തെ ഒക്കെ മഹത് വ്യക്തികളുണ്ടാവുമല്ലോ, മഹർഷികൾ. അപ്പം ഇവരൊക്കെ ആക്ച്വലി എന്തെങ്കിലും ഒരു ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ പോയിട്ട് എപ്പോഴും ക്ലിയർ ചെയ്യുന്ന ആൾക്കാരാണ് ഈ നരനാരായണന്മാരും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ സനകാദികൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കുക, അവരുടെയൊക്കെ ഒരു ജ്ഞാനത്തിൻ്റെയൊക്കെ ഒരു ലെവൽ എത്രയാണെന്നുള്ളത്. ഈ വേദവ്യാസനും നാരദർ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ മഹാന്മാരാണ്, അതായത് അത്രയ്ക്കും ജ്ഞാനമുള്ള ആൾക്കാരാണ്. അപ്പം അവർ തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷനോ എന്തെങ്കിലും ഒരു ഡൗട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും പോയിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന ആൾക്കാർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ നരനാരായണന്മാരെയും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ സനകാദികളൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവരൊക്കെയാണ് സാക്ഷാൽ നാരായണൻ്റെ 24 അവതാരങ്ങളായിട്ട് പറയപ്പെടുന്ന ആൾക്കാർ. പിന്നെ നമ്മൾ ദേവൻ്റെ ഭാവങ്ങൾ പറയായിരുന്നല്ലോ, 5 ഭാവങ്ങൾ. അതിൽ നാലാമത്തെ ഭാവം എന്ന് പറയുന്നത് അർച്ച എന്ന് പറയും.
അതായത് ഈ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ഈ പ്രതിഷ്ഠാമൂർത്തികളായിട്ട് നമ്മൾ കാണുന്ന ഭാവം. നോക്കൂ, നമ്മളെപ്പോലെയുള്ള സാധാരണ ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മളെ ഈ ജീവനൊന്നും ആക്ച്വലി ഈ ഒരു വ്യൂഹം, വിഭവം, അന്തര്യാമി എന്ന് പറഞ്ഞ ഭാവങ്ങളിലെ അവസ്ഥയിലൊക്കെയുള്ള ദേവനെയൊക്കെ കാണാൻ പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ കണ്ടാൽ തന്നെ നമുക്കൊന്നും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. നമ്മളെ പോലെയുള്ള ഒരു ജീവന് ദൃശ്യവും ശാരീരികമായിട്ട് പ്രാപ്യമാക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആഗമ ആചാരപ്രകാരം ദേവന് ഒരു അർച്ച ഉള്ള ഒരു അവതാരത്തിൽ നമ്മൾ ആക്കിയിട്ട്, അതായത് ക്ഷേത്രത്തിലൊക്കെ നമ്മൾ പ്രതിഷ്ഠിക്കുന്നത്, നമ്മൾ ക്ഷേത്രത്തിലൊക്കെ കാണുന്ന പ്രതിഷ്ഠാമൂർത്തി തന്നെ. അപ്പോൾ അതിന് പറയുന്നതാണ് ദേവൻ്റെ ഒരു ഭാവം, അർച്ച എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാവം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ അർച്ചാവതാര മൂർത്തികളിലാണ് പ്രധാനമായിട്ട് നമ്മൾ ഈ 24 ഭാവവ്യത്യാസങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചതുർവിംശതിയായിട്ടുള്ള ഈ ഒരു രൂപങ്ങൾ. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതും അതിൻ്റെ ഓരോ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതും നമുക്കൊന്ന് നോക്കാം. ഈ ചതുർവിംശതി മൂർത്തികളിൽ ആദ്യത്തെ ഭാവം എന്ന് പറയുന്നത് കേശവൻ എന്നുള്ള ഭാവമാണ്. അതായത് അഭിരൂപങ്ങളായിട്ടുള്ള കേശങ്ങൾ ഉള്ളവൻ കേശവ എന്ന് പറയും. അല്ലെങ്കിൽ കാ ശബ്ദം കൊണ്ട് ബ്രഹ്മാവിനെയും ആ ശബ്ദം കൊണ്ട് വിഷ്ണുവിനെയും ഈശാ ശബ്ദം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മഹാദേവനെയും. അപ്പോൾ അതൊക്കെ ചേർന്നിട്ട് ഈ ത്രിമൂർത്തികൾ ചേർന്ന് കഴിഞ്ഞാൽ കേശഹ, അല്ലെങ്കിൽ അവർ യാതൊരുവൻ്റെ വശത്തിൽ വർത്തിക്കുന്നുവോ അവൻ കേശവൻ എന്ന് പറയും. അപ്പം അങ്ങനെയുള്ളൊരു ഭാവമാണ് നാരായണൻ്റെ കേശവൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാവം. അതുകൂടാതെ തന്നെ വേറെയും പറയപ്പെടുന്ന എന്താണെന്ന് വെച്ചാൽ കേശി എന്ന് പറയുന്ന ഒരു അസുരൻ ഉണ്ടായിരുന്നു. കംസൻ്റെ നിർദ്ദേശപ്രകാരം ഈ വ്രജത്തിലേക്ക് വന്നിട്ട് കൃഷ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കുതിരയുടെ രൂപത്തിലാണ് ഈ കേശി എന്ന് പറയുന്ന അസുരൻ വരുന്നത്. വായിലേക്ക് കൈ കടത്തി വെച്ചിട്ട് ആ കൈ വലുതാക്കിയിട്ട് കേശിനെ ശ്വാസം മുട്ടിച്ചിട്ട് ഭഗവാൻ വധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതാണ് വ്രജത്തിൽ അവസാനത്തെ മോക്ഷം കൊടുത്ത ഒരു അസുരൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള കേശീനെ വധിച്ചിട്ടുള്ള ആര്, കേശവൻ. അപ്പോൾ ഈ കേശവൻ എന്ന് പറയുന്ന ഈ മൂർത്തിനെ നമുക്ക് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭഗവാന്റെ മേലെ വലത്തു ഭാഗത്തായിട്ട് ശംഖ് ധരിച്ചിട്ടുണ്ടാവും, മേലെ ഇടതു ഭാഗത്തായിട്ടാണ് ചക്രം ധരിച്ചിട്ടുണ്ടാവാം, താഴെ വലതു ഭാഗത്തായിട്ടാണ് പത്മം ധരിച്ചിട്ടുണ്ടാവാം, താഴെ ഇടതു ഭാഗത്തായിട്ടാണ് ഗദ ധരിച്ചിട്ടുണ്ടാവുക. അപ്പം ഇതാണ് കേശവൻ എന്ന് പറയുന്ന ഈ മൂർത്തിയുടെ ഒരു സങ്കല്പം. രണ്ടാമത്തെ മൂർത്തിഭാവം എന്ന് പറയുന്നത് നാരായണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഭാവമാണ്. അതായത് നര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ്. ഈ ആത്മാവിൽ നിന്ന് ജനിച്ച നാരങ്ങൾ എന്ന് പറയും. ആ നാരങ്ങളായിട്ടുള്ള കാര്യകാരണ രൂപത്തിൽ വ്യാപിച്ചിരിക്കുന്ന ആൾ, അല്ലെങ്കിൽ ഈ നാരായജലം, അതായത് കാരണജലം. ഈ പ്രപഞ്ചത്തിൽ ആദ്യം തന്നെ ഉണ്ടായതാണ് ജലമാണ് ഉണ്ടായത്. അപ്പോൾ ആ ഒരു കാരണജലത്തിൽ ശയിക്കുന്നവനാരോ അവൻ നാരായണൻ എന്ന് പറയും. അപ്പം മഹാഭാരതത്തിൽ തന്നെ പറയുന്നുണ്ട്, നരാജാതാനി തത്വാനി നാരായണീതി തതോ വിധു താനേവ ചായനം തസ്യത്തേന നാരായണ സ്മൃത എന്ന് പറയും. അപ്പം ഇങ്ങനെയുള്ള ഈ നാരായണനെ വലത് കയ്യിൽ മുകൾ ഭാഗത്ത് പത്മം പിടിച്ചിട്ടുണ്ടാവും, ഇടത് കയ്യിൽ മുകൾ ഭാഗത്ത് ഗദ പിടിച്ചിട്ടുണ്ടാവും, വലത് കയ്യിൽ താഴെ ഭാഗത്ത് ശംഖ് പിടിച്ചിട്ടുണ്ടാവും, ഇടത് കയ്യിൽ താഴെ ഭാഗത്ത് ചക്രം പിടിച്ചിട്ടുണ്ടാവും. അർച്ചാവതാരമൂർത്തിയിലെ മൂന്നാമത്തെ ഭാവം എന്ന് പറയുന്നത് മാധവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഭാവമാണ്. മാ വിദ്യാച്ച ഹരേ പ്രോക്ത തസ്യ ഈശോ യഥോ ഭവാൻ തസ്മാൻ മാധവനാമസിധവ സ്വാമിതീ ശബ്ദിന എന്നുള്ളത് പറയും. അല്ലെങ്കിൽ മധുവിദ്യാവബോധ്യത്വം നിമിത്തം മാധവ എന്നും കൂടി പറയാറുണ്ട്. അതല്ലെങ്കിൽ മായുടെ ധവൻ, അതായത് മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയുടെ ഭർത്താവ്, ധവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ്. അപ്പം സ്ത്രീയുടെ ഭർത്താവായിട്ടുള്ള ആൾ, അതായത് സാക്ഷാൽ ലക്ഷ്മിയുടെ ഭർത്താവായിട്ടുള്ള ആൾ മാധവൻ എന്നുള്ള രൂപത്തിൽ പറയാറുണ്ട്. അപ്പോൾ ഈ മാധവൻ എന്ന് പറയുന്ന മൂർത്തിനെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക? വലത്തെ കയ്യിൽ മേലെ ചക്രം പിടിച്ചിട്ടുണ്ടാവും, ഇടത്തെ കയ്യിൽ മേലെ ശംഖ് പിടിച്ചിട്ടുണ്ടാവും, വലത്തെ കയ്യിൽ താഴെ ഗദ പിടിച്ചിട്ടുണ്ടാവും, ഇടത്തെ കൈയുടെ താഴെ പത്മം പിടിച്ചിട്ടുണ്ടാവും. അർച്ചാവതാര മൂർത്തിയിലെ നാലാമത്തെ സങ്കല്പം എന്ന് പറയുന്നത് ഗോവിന്ദൻ എന്ന് പറഞ്ഞിട്ടുള്ള രൂപമാണ്. അതായത് നഷ്ടയായ ഗോവിനെ, അതായത് ഭൂമിയെ ഉദ്ധരിച്ചത് കൊണ്ട്, അഥവാ ഗോക്കളുടെ രക്ഷിതാവായതുകൊണ്ട്. ഇവിടെ ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശു എന്നുള്ള അർത്ഥമല്ല വരുന്നത്. ഇവിടെ അർത്ഥം ഗോപ് ശബ്ദം കൊണ്ട് വാക്കിനെ, വിദ്യയെ അറിയുന്നത്,
അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പം അങ്ങനെയുള്ള ആ ഭൂമിയെ ഉദ്ധരിച്ചവനാകിയാൽ ഗോവിന്ദൻ എന്നുള്ള ശബ്ദത്തിലാണ് വരുന്നത്. അപ്പോൾ ഈ ഗോവിന്ദനെ നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക? വലത്തെ കയ്യിൽ മേലെ ഗദ പിടിച്ചിട്ടുണ്ടാവും, ഇടത്തെ കയ്യിൽ മേലെ പത്മം പിടിച്ചിട്ടുണ്ടാവും, വലത്തെ കയ്യിൽ താഴെ ചക്രം പിടിച്ചിട്ടുണ്ടാവും, ഇടത്തെ കയ്യിൽ താഴെ ശംഖ് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് അർച്ചാവതാര മൂർത്തിയിൽ ഗോവിന്ദൻ എന്ന് പറയുന്ന മൂർത്തിയുടെ ഭാവം. അർച്ചാവതാര മൂർത്തിയിലെ 5ാമത്തെ ഭാവം എന്ന് പറയുന്നത് സാക്ഷാൽ വിഷ്ണു എന്നുള്ള ഭാവമാണ് വരുന്നത്. വിഷ്ണു എന്നുള്ളതിന് എന്താണ്? വ്യാപിക്കുന്നവൻ അല്ലെങ്കിൽ സർവ്വവ്യാപിയായിട്ടുള്ളവൻ എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. നമുക്ക് നമ്മൾ ഈ വിഷ്ണു സഹസ്രനാമം തന്നെ എടുത്തു നോക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് തുടങ്ങുന്നത്? ഓം വിശ്വം വിഷ്ണുർ വഷട്കാരോ ഭൂതഭവ്യ ഭവത് പ്രഭു എന്ന് പറഞ്ഞിട്ടല്ലേ തുടങ്ങുന്നത്. അതായത് വിശ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രപഞ്ചം ഉണ്ടാവുകയാണ്. അങ്ങനെ ഒരു പ്രപഞ്ചം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് എന്താണ്? വിഷ്ണു, അതായത് ആ പ്രപഞ്ചം പിന്നെ വ്യാപിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞാൽ വഷട്ട് എന്ന് പറഞ്ഞാൽ, വഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യജ്ഞാകാരത്തിനാണ് സൂചിപ്പിക്കുന്നത്. യജ്ഞം തന്നെ, യജ്ഞത്തിൻ്റെ ശബ്ദമായിട്ടാണ് വഷട്കാരം സൂചിപ്പിക്കുന്നത്. പിന്നെന്താണ്? ഭൂതഭവ്യ ഭവത് പ്രഭു എന്ന് പറയും. അതായത് തമാനം ഭൂതം അതിൻ്റെയൊക്കെ നാഥനായിട്ടുള്ള സാക്ഷാൽ പ്രഭു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സർവ്വവ്യാപിയായിട്ടുള്ള ആ മഹാവിഷ്ണുവാണ് അർച്ചാവതാര മൂർത്തികളിലെ 5ാമത്തെ ഭാവം എന്ന് പറയുന്നത്. നമുക്ക് നമ്മൾ ഈ പരമേശ്വരൻ്റെയും പാർവതിയുടെയും കല്യാണങ്ങളൊക്കെയുള്ള ഫോട്ടോകളൊക്കെ നോക്കില്ല. അപ്പോൾ അതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കെന്താണ്? അവിടെ ഈ കൈ പിടിച്ച് കൊടുക്കുന്നത് എന്ന് പറയുന്നത് ആരാണ്? വിഷ്ണു കൊടുക്കുന്നതായിട്ടൊക്കെ നമുക്ക് പല ഫോട്ടോയിലും കാണാൻ പറ്റും. അപ്പോൾ അതിന് വേറൊരു അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? ദേവി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശരീരമാണ്. ശിവൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആത്മാവാണ്. പ്രകൃതിയായിട്ടുള്ള ശരീരത്തിൽ നിന്നും ആത്മാവ് എന്ത് ചെയ്യുന്നു? എപ്പോഴും പോവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെ പോവാതെ എന്താണ്? അവിടെ ബന്ധിച്ച് നിർത്തുന്നത്, അതായത് അവിടെ പിടിച്ചു വയ്ക്കുന്നത് എന്താണ്? വ്യൂഹിനി എന്ന് പറയുന്ന ശക്തിയാണ്. അപ്പോൾ ആ വ്യൂഹിനി എന്ന് പറയുന്നൊരു ശക്തിയാണ് എന്താണ്? ഈ വിഷ്ണുവും സൂചിപ്പിക്കുന്നത്. അങ്ങനെയുള്ള സർവ്വവ്യാപിയായിട്ടുള്ള ആ ഒരു മഹാവിഷ്ണു. ഈ മഹാവിഷ്ണുവിനെ അർച്ചാവതാര മൂർത്തികൾ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റുക? വലത്തെ കയ്യിൽ മീതെ പത്മം പിടിച്ചിട്ടുണ്ടാവും, ഇടത്തെ കയ്യിൽ മീതെ ശംഖ് പിടിച്ചിട്ടുണ്ടാവും, വലത്തെ കയ്യിൽ താഴെ ഗദ പിടിച്ചിട്ടുണ്ടാവും, ഇടത്തെ കയ്യിൽ താഴെ ചക്രം പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് അർച്ചാവതാര മൂർത്തിയിലെ വിഷ്ണുവിൻ്റെ സങ്കല്പം. അർച്ചാവതാര മൂർത്തിയിലെ 6ാമത്തെ ഭാവം എന്ന് പറയുന്നത് എന്താണ്? മധുസൂദനൻ എന്ന് പറഞ്ഞിട്ടുള്ള ഭാവമാണ്. അതായത് മധു എന്ന അസുരനെ എന്താണ്? സൂദനം ചെയ്തവൻ മധുസൂദനൻ. അപ്പം ഈ മധുസൂദനൻ എന്ന് പറയുന്ന മൂർത്തിയുടെ നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക? വലത്തെ കയ്യിൽ മേലെ ശംഖ് പിടിച്ചിട്ടുണ്ടാവും, ഇടത്തെ കയ്യിൽ മേലെ പത്മം പിടിച്ചിട്ടുണ്ടാവും, വലത്തെ കയ്യിൽ താഴെ ചക്രം പിടിച്ചിട്ടുണ്ടാവും, ഇടത്തെ കയ്യിൽ താഴെ ഗദ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് മധുസൂദനൻ എന്ന് പറയുന്ന അർച്ചാവതാര മൂർത്തിയിലെ ഭാവം വരുന്നത്. അർച്ചാവതാര മൂർത്തിയിലെ 7ാമത്തെ ഭാവം എന്ന് പറയുന്നത് ത്രിവിക്രമൻ എന്ന് പറയുന്ന ഭാവമാണ്. അതായത് ത്രിവിക്രമങ്ങൾ 3 ലോകത്തായി നടത്തിയതിനാൽ, 3 വിക്രമങ്ങൾ 3 ലോകത്തായിട്ട് നടത്തിയതിനാൽ, അല്ലെങ്കിൽ എന്താണ്? ലോകത്രയം 3 അടിയായി അളന്നതിനാൽ ത്രിവിക്രമ, 3 ലോകങ്ങൾ അതിക്രമിച്ചു എന്ന് പറയില്ല. അപ്പോൾ എന്തൊക്കെയാണ് ഈ 3 ലോകങ്ങൾ? 3 ലോകങ്ങൾ എന്ന് പറയുന്നത് ഭൂർ ഭുവ സ്വ എന്ന് പറയും. അതായത് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. ഈ ഒരു 3 അവസ്ഥ, ഈ ഒരു 3 അവസ്ഥകളും കടന്ന്, ഈ 3 അവസ്ഥകളും താണ്ടി നിൽക്കുന്നവനാരാണ്? ത്രിവിക്രമൻ. ത്രിവിക്രമനെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? വലത്ത് കയ്യിൽ മേലെ ഗദ പിടിച്ചിട്ടുണ്ടാവും, ഇടത്ത് കയ്യിൽ മേലെ ചക്രം പിടിച്ചിട്ടുണ്ടാവും, വലത്ത് കയ്യിൽ താഴെ പത്മം പിടിച്ചിട്ടുണ്ടാവും, ഇടത്ത് കയ്യിൽ താഴെ ശംഖ് പിടിച്ചിട്ടുണ്ടാവും. അർച്ചാവതാര മൂർത്തിയിൽ 8ാമത്തെ ഭാവം എന്ന് പറയുന്നത് വാമനൻ എന്ന് പറഞ്ഞിട്ടുള്ള ഭാവമാണ്. അതായത് മഹാബലിനോട് 3 അടി മണ്ണ് ഭിക്ഷയായിട്ട് ചോദിച്ച് വാങ്ങിയിട്ടുള്ള വാമനമൂർത്തി. ഈ വാമനമൂർത്തിയുടെ ജനനത്തിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. വരാഹകൽപ്പത്തിൽ മക്കളില്ലാതിരുന്ന വൃഷ്ണിയും സുതപസ്സും എന്ത് ചെയ്യുന്നു? ബ്രഹ്മദേവൻ്റെ ആജ്ഞയാൽ ഭഗവാൻ മഹാവിഷ്ണുവിന് തപസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ട സമയത്ത് എന്താണ് വരം വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഇവരെന്ത് ചെയ്തു? മഹാവിഷ്ണു തങ്ങളുടെ മകനായിട്ട് ജനിക്കണമെന്ന് 3 പ്രാവശ്യം ഇവർ പറഞ്ഞു. അങ്ങനെ 3 പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഹാവിഷ്ണു ഇവരുടെ മകനായിട്ട് 3 പ്രാവശ്യമായിട്ട് ജനിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ പ്രാവശ്യം മഹാവിഷ്ണു എന്ത് ചെയ്തു? പൃഷ്ണിഗർഭൻ എന്ന് പറയുന്ന പേരിൽ ഈ പൃഷ്ണിയുടെ സുതപസ്സിനും മകനായിട്ട് ജനിച്ചു. ഈ പൃഷ്ണിഗർഭനാണ് എന്താണ് പിൽക്കാലത്ത് ധ്രുവൻ മഹാവിഷ്ണുവിനെ തപസ് ചെയ്ത സമയത്ത് അവിടെ പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ളത് ഒരു ഐതിഹ്യമുണ്ട്.
അത് കഴിഞ്ഞിട്ട് ഈ സുതപസ് കശ്യപനായിട്ടും പൃശ്നി ആരാണ് അതിഥിയായിട്ടും രണ്ടാമത്തെ ജന്മത്തിൽ ജനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ മകനായിട്ട് എന്താണ് സാക്ഷാൽ മഹാവിഷ്ണു വാമനമൂർത്തിയായിട്ട് അവതാരം എടുത്തു എന്നാണ് സങ്കല്പം. മൂന്നാമത്തെ ഇവരുടെ ജന്മത്തിൽ ഒരു ദേവകി വസുദേവരായിട്ട് ജനിക്കുകയും മഹാവിഷ്ണു ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് ജനിച്ചിട്ട് ഇവർക്ക് അനുഗ്രഹം കൊടുത്തു എന്നാണ് വിശ്വാസം. അതിൽ ഈ വാമനമൂർത്തിനെ നമുക്കെന്താണ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? വലത്തെ കയ്യിൽ മേലെ ചക്രം പിടിച്ചിട്ടുണ്ടാവും, ഇടത്ത് കയ്യിൽ മേലെ ഗദ പിടിച്ചിട്ടുണ്ടാവും, വലത്ത് കയ്യിൽ താഴെ ശംഖ് പിടിച്ചിട്ടുണ്ടാവും, ഇടത്ത് കയ്യിൽ താഴെ പത്മം പിടിച്ചിട്ടുണ്ടാവും. ഇതാണ് വാമനമൂർത്തിയുടെ രൂപം.